അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഈ ബാങ്കിൽ ഇന്ത്യൻ ബാങ്ക് ബാങ്കിൽ ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കുമ്പോൾ അത് മണത്തറിഞ്ഞ പോലെയാണ് അനിൽ അക്കരയും സംഘവും ഈ ബാങ്കിന്റെ മുന്നിൽ പാതിരാത്രിക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. നിങ്ങളുടെ അടക്കം AICCയുടെ അടക്കം അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ട് 1 രൂപ ചായ കുടിക്കാൻ പോലും 10 രൂപ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ അക്കൗണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, CPM-ന് നേർക്ക് അത്തരത്തിലൊരു ഇൻകം ടാക്സിന്റെ പരിശോധന നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ആർക്കും അറിയില്ല. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നതിന് മുൻപേ അനിൽ അക്കരയും സംഘവും അവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഈ കേന്ദ്ര ഭരണാധികാരികളുടെ അമിത അധികാര വാഴ്ചയെ പിന്തുണയ്ക്കുന്നതിന്റെ സമീപനം തൃശ്ശൂരിലും നമുക്ക് കാണാൻ കഴിയുകയാണ്. അല്ല, അങ്ങനെ എനിക്ക് കുറച്ച് സമയം തരണം. കാര്യം ഈ ചർച്ചയുടെ പാതിയോളം സമയം പൂർത്തിയായി കഴിഞ്ഞു. ആ പാതിയുടെ ബഹുഭൂരിപക്ഷം CPM താങ്കൾ പറയൂ, താങ്കൾക്ക് ആവശ്യത്തിന് സമയം തരും. കാരണം അക്കാര്യത്തിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ചർച്ച അങ്ങനെ പോയത്. ഓക്കെ, താങ്കൾ പറയൂ. ഈ സംസാരിക്കാനുള്ള ആൾ MG ആണ്, അദ്ദേഹം ഇടതു നിരീക്ഷകനാണ്. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് പറയാൻ സമയം നൽകിയേ മതിയാകൂ. ഒന്ന്, ശ്രീ ഇടതു പ്രതിനിധി, പ്രിയപ്പെട്ട ഇടതു പ്രതിനിധി എന്താണ് പറയുന്നത്? കുടകരയുമായി ബന്ധപ്പെട്ട് BJP-യോട് ആക്രോശിക്കുകയാണ്. കുടകരയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കള്ളന്മാരല്ലേ ഇത് ചോദിക്കുമ്പോൾ ED എന്താണ് കോടതിയിൽ പറഞ്ഞത്? കുടകര കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ കോടതിയിലെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് അങ്ങേക്ക് അറിയാമോ? അന്വേഷണ ഏജൻസി കോടതിയിൽ പറയുന്നത് കേരളത്തിന്റെ സർക്കാരും അവിടുത്തെ പോലീസ് സംവിധാനവും കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന് ഫയൽ മൂലം സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം പറയണം. രണ്ടാമതായി, രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷത്തിന് നേരെ നടക്കുന്ന വേട്ടയാടലിന്റെ ഭാഗമാണ് ഇത് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം EDക്ക് വളരെ കൃത്യമായി, ക്ഷമിക്കുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോ ഈ അക്കൗണ്ട് മരവിപ്പിച്ചതുമായി രാജ്യവ്യാപകമായി പ്രതിപക്ഷത്തിനെതിരെ നടക്കുന്ന വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് താങ്കൾ സമ്മതിക്കുകയാണോ? അല്ല, മുഴുവൻ കേൾക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇടപെടരുതെന്ന്. കാര്യം ഈ വിഷയത്തിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ അറ്റവും വാലും മുറിച്ചെടുത്ത് കട്ട് ചെയ്തിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേൾക്കൂ. അതായത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ ശ്രീ അനിൽകുമാർ ചോദിക്കുമ്പോൾ പോലും വ്യക്തമായ ഒരു ക്യാപ്സ്യൂൾ എങ്കിലും മേക്ക് ചെയ്യാൻ BJP-ക്ക് സാധിച്ചിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഫ്രീസ് ചെയ്തത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ സംശയിക്കുന്നത് ഇത് ചില വിലപേശലുകളുടെ ഭാഗമായാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിങ്ങനെ ഫ്രീസ് ചെയ്യുന്നു. അതിന്റെ പുറത്ത് തൃശ്ശൂർ അടക്കം പല സീറ്റുകളിലുമുള്ള സെറ്റിൽമെന്റുകൾക്ക് വേണ്ടിയുള്ള വിലപേശൽ, ആ വിലപേശൽ നടത്താൻ വേണ്ടിയാണോ ഈ ഒരു വാഗ്വാദം എന്നുള്ള ഞങ്ങൾ സംശയിച്ചാൽ എന്താണ് അതിൽ സംശയം? എന്താണ് വ്യത്യാസമുള്ളത്? നോക്കൂ, ഇപ്പോ BJP പ്രതിനിധി തന്നെ നേരത്തെ കുറെ പേരുകൾ എടുത്തു പറഞ്ഞു. MK കണ്ണൻ. എന്താണ് MK കണ്ണൻ ഉണ്ടായത്? AC മൊയ്തീൻ, സഹകരണ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി സഹകരണ വകുപ്പ് മന്ത്രിക്ക് നേരെ സഹകരണ സ്ഥാപനത്തിലെ അഴിമതി ആരോപണം വരുന്നു. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രി മാത്രമായിരുന്നില്ല. ഈ സംഭവം നടക്കുമ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. എവിടെ പോയി നിൽക്കുന്നു BJP-യുടെ പ്രതിനിധി? നിങ്ങളുടെ അന്വേഷണ ഏജൻസികളുടെ കേസുകൾ നിങ്ങൾ സെറ്റിൽ ചെയ്തു എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാക്കി സംസ്ഥാനങ്ങളിലുള്ള വേഗത, സ്പീഡ്, ഒരു പവർ പ്ലസ് ED എന്താണ് കേരളത്തിൽ മാത്രം ഇല്ലാത്തത്? കേരളത്തിൽ മാത്രം നിങ്ങൾ ചില ഇപ്പൊ പിടിക്കാൻ പോകുന്നു, പുലിയെ ഞങ്ങൾ ഇപ്പൊ പിടിക്കുമേ എന്ന് പറയുന്നതല്ലാതെ ഒരു കേസിലെങ്കിലും ആരെയെങ്കിലും നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ഇനി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷണവുമായി കടന്നു വന്നു. ലൈഫ് മിഷൻ കേസിൽ പ്ലേസ് ഓഫ് ഒക്കുറൻസിൽ പോലും അന്വേഷണ ഏജൻസി എത്തിയിട്ടില്ല. പ്ലേസ് ഓഫ് ഒക്കുറൻസ് എന്ന് പറയുന്നതാണ് ഒരു അന്വേഷണ ഏജൻസി ഏറ്റവും ആദ്യം എത്തപ്പെടേണ്ട സ്ഥലം. പ്ലേസ് ഓഫ് ഒക്കുറൻസ് എവിടെയാണ്? ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസ്. ആരാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ? ലൈഫ് മിഷൻ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം, പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം അറസ്റ്റ് ചെയ്ത് സിനിമാ സെറ്റിലേക്ക് സിനിമ നടൻ പോകുന്ന പോലെ കൈ ഉയർത്തി കാണിച്ച് പോയിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണ ഏജൻസി എത്തുന്നില്ല. പിന്നെ എന്ത് അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചില സെറ്റിൽമെന്റുകൾക്ക് വേണ്ടി ഇതാ പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഞങ്ങൾ ഇപ്പൊ പിടിക്കും എന്ന് പറയുകയാണ് എന്നതാണ് ഞങ്ങളുടെ ആരോപണം. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അനിൽ അക്കര അടക്കമുള്ളവർ അവിടെ എത്തുന്നത്. ഞങ്ങൾ വളരെ വിജിലന്റ് ആണ്. ഈ കേസിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കരുവന്നൂരിലെ കാര്യത്തിലൊക്കെ എന്താണ്, ആർക്കാണ് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്? ഇപ്പം എന്താണ് ഇടതു പ്രതിനിധി പറയാണ്, കരുവന്നൂർ പോലെ ചെറിയ ചില കാര്യങ്ങൾ കാണിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നോ? കരുവന്നൂരിൽ ഒരു ഫിലോമിന ഉണ്ടായിരുന്നു സാർ. കരുവന്നൂരിൽ അതിനുശേഷം കൊല ചെയ്യപ്പെട്ട നിങ്ങൾ ഫണ്ട് നിങ്ങളുടെ KPCC നേതാവായിരുന്ന KM എബ്രഹാം ഇപ്പോൾ എവിടെയാണ്? അവിടെ പുൽപ്പള്ളി മറക്കണ്ട.
അല്ല പുൽപ്പള്ളിയിലുള്ളവരാരും ഇന്ന് പാർട്ടിക്കകത്തില്ല കേട്ടോ. പുൽപ്പള്ളി കേസുമായി ബന്ധപ്പെട്ടവരാരും ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. CPM-ന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയവരെ മുഴുവൻ സംഘടനാപരമായി നടപടിയെടുത്തിട്ടുണ്ട് CPM.